ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്നുള്ള ടോപ്പിക്കാണ്. ഇത് ഈ ഒരു ടോപ്പിക്ക് വരുന്നത് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്റർ, +1 കെമിസ്ട്രിയിലെ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്ററിൽ ചെറിയൊരു ടോപ്പിക്കാണ്. ഇതിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട, എന്നാൽ ചോദിക്കുകയാണെങ്കിൽ പോലും ഡയറക്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കണ്ടുവരുന്നത്. നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം. എന്താണ് ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഡീൽ ചെയ്യുന്നത്, അതായത് ഈ ഒരു പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്നത് സബ് അറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ കേസിലാണ്. അപ്പോൾ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻലി നമുക്കറിയാവുന്നത് ഇലക്ട്രോൺസ് ഉണ്ട്, പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്. അതിലെ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റിനെ പറ്റിയുള്ളൊരു കണ്ടീഷനാണ് ഈ ഒരു ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ഇതിൻ്റെ ഈ പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. It is impossible to determine the exact position and momentum of an electron simultaneously. അതായത് നമുക്കറിയാം പൊസിഷൻ എന്താണ്, മൊമെൻറ്റം എന്താണെന്ന് നമുക്കറിയാം. പൊസിഷൻ മൊമെൻറ്റം എന്ന് പറയുമ്പം എന്താണ്, മൊമെൻറ്റത്തിൻ്റെ ഡിനോട്ട് ലെറ്റർ പി ആണ്. പി ഈസിക്കൽ ടു എം വി എന്ന് നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ മൊമെൻറ്റവും അതേപോലെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ടേമുകളെ പറ്റി നമുക്ക് നല്ല ഐഡിയ ഉണ്ട്. ഓക്കെ, ഈ ഇലക്ട്രോണിൻ്റെ മൊമെൻറ്റവും പൊസിഷനും ഒരേ സമയം, അതായത് എക്സാക്റ്റ് ആയിട്ടുള്ള പൊസിഷനും അതേപോലെ മൊമെൻറ്റവും ഒരേ സമയം നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഹെയ്സൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്. അതായത് നമുക്ക് ഇൻഡിവിജ്വലി പൊസിഷൻ കണ്ടുപിടിക്കാം, ഇൻഡിവിജ്വലി മൊമെൻറ്റം കണ്ടുപിടിക്കാം, പക്ഷേ രണ്ടും ഒരേ സമയം കണ്ടുപിടിക്കാൻ പറ്റില്ല. അതാണ് ഈ സൈമിൾട്ടേനിയസ്ലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് വേണമെങ്കിൽ മൊമെൻറ്റം തന്നു കഴിഞ്ഞാൽ പൊസിഷൻ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റില്ല. കാര്യം ഒരു ഡേറ്റയെ ഒരു സമയത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോർമാറ്റ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. മൊമെൻറ്റം ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ പി ആണ് നമുക്കറിയാം. അപ്പോൾ എന്തായാലും ഡെൽറ്റ പി എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. ഡെൽറ്റ പി ഓക്കെ ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് വിൽ ഓൾവേസ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. ഇത് 4 ആണ്, 4π. ഇതാണ് ഇതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പി എന്ന് പറയുന്നത് മൊമെൻറ്റം ആണ്, എക്സ് എന്ന് പറയുന്നത് പൊസിഷനാണ്. അപ്പോൾ എന്താണ് ഈ ഡെൽറ്റ പി എന്ന് പറയുന്നത്? ഡെൽറ്റ പി എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റം ആണ്. ഓക്കെ, ഞാൻ അത് എഴുതുന്നില്ല. ഡെൽറ്റ പി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും മൊമെൻറ്റം അല്ല, അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റം ആണ്. അപ്പോൾ ഡെൽറ്റ സിമ്പിൾ വെച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ചേഞ്ച് ആണ്. അപ്പോൾ ഇവിടെ അൺസർട്ടനിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്. ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ ആയിരിക്കും. ഓക്കെ, എന്താണ് ഈ അൺസർട്ടനിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അൺസർട്ടൈൻ എന്ന് പറയുമ്പം ഒരിക്കലും സെർട്ടൈൻ അല്ല. അതായത് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല, അഥവാ നമുക്ക് കണ്ടുപിടിക്കുന്ന ഡേറ്റയിൽ എറർ ഉണ്ടെന്ന് പറയാം. ഓക്കെ, അതാണ് ഈ അൺസർട്ടനിറ്റി എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കണ്ടുപിടിക്കുന്ന ഉത്തരം കിട്ടാതിരിക്കുന്നതല്ല, കിട്ടും, പക്ഷേ അതിൽ എറേഴ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമുക്ക് ഡീൽ ചെയ്യാൻ ഒരു എളുപ്പവഴിയും കൂടി അതിൽ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം h/4π. അപ്പോൾ h എന്ന് പറയുന്നത് എന്താണ്? പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. π എന്ന് പറയുമ്പോൾ എന്താണ്? 3.14 കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. ഓക്കെ, ഈ h/4πക്ക് ഒരു വാല്യൂ ഉണ്ട്. അതങ്ങ് നമ്മൾ കാണാതെ പഠിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, h എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഇങ്ങോട്ട് എഴുതുകയാണ് h/4π. h എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് വാല്യൂ 6.626 ഇൻറ്റു 10⁻34 ആണ് നമുക്കറിയാം. ഡിവൈഡ് ബൈ 4 ഇൻറ്റു പൈയുടെ വാല്യൂ 3.14 ആണ് നമുക്കറിയാം. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 5.27. ഓക്കെ, 5.27 ഇൻറ്റു 10⁻35. ഓക്കെ, -35 യൂണിറ്റ് ഉണ്ട്. യൂണിറ്റ് മറക്കരുത്. ജൂൾ സെക്കൻഡ്സ് ആണ് യൂണിറ്റ് വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെമ്മറൈസ് ചെയ്യുക. ജൂൾ സെക്കൻഡ് ആണ് വരുന്നത്. നമ്മൾ ഈ ജൂളിനെ കിലോഗ്രാമിലാക്കാൻ എന്താ ചെയ്യുന്നത്? മൾട്ടിപ്ലൈ പ്രത്യേകം ചെയ്യുന്ന ആവശ്യമില്ല. അങ്ങനെയല്ല പറയുന്നത്. നമുക്കറിയാം, ഇതിങ്ങനെ എഴുതുകയാണെങ്കിൽ 5.27 ഇൻറ്റു 10⁻35 കിലോഗ്രാം മീറ്റർ സ്ക്വയർ ഡിവൈഡ് ബൈ സെക്കൻഡ് വരും. അപ്പോൾ എങ്ങനെയാണ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ ഡിവൈഡ് ബൈ സെക്കൻഡ് വന്നത്? നമുക്കറിയാം, വർക്ക് ഡൺ എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഞാൻ പറയാൻ കാര്യം ജൂൾ ഉണ്ടല്ലോ, ജൂൾ എന്ന് പറയുന്നത് വർക്കിൻ്റെ യൂണിറ്റ് ആണ്. അപ്പോൾ വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമുക്കറിയാം. ഫോഴ്സ് എന്ന് പറയുമ്പം ന്യൂട്ടൺ ആണ് യൂണിറ്റ്. ന്യൂട്ടൻ്റെ വേറൊരു യൂണിറ്റ്, അല്ലെങ്കിൽ ന്യൂട്ടൺ ഇക്വലൻ്റ് ആയിട്ട് വരുന്ന ഫോഴ്സിൻ്റെ യൂണിറ്റ് F=m എന്നാണല്ലോ. അപ്പോൾ m എന്ന് പറയുമ്പോൾ കിലോഗ്രാം ആണ്, a ആണ്. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇൻറ്റു ഒരു മീറ്ററും വരും. അപ്പോൾ കിലോഗ്രാം മീറ്റർ സ്ക്വയർ ഡിവൈഡ് ബൈ സെക്കൻഡ് സ്ക്വയർ വരും. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു സെക്കൻഡ് സ്ക്വയറും സെക്കൻഡും കട്ടായി പോകുമ്പോഴാണ് ഈ ഒരു യൂണിറ്റ് കിട്ടുന്നത്. ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ബ്ലൈൻഡ്ലി മെമ്മറൈസ് ചെയ്തിരിക്കാൻ വേണ്ടി. ഓക്കെ, ഇതാണ് h/4πയുടെ വാല്യൂ എന്ന് പറയുന്നത്. ആൾസോ നമുക്കറിയാം ഡെൽറ്റ പി ഡെൽറ്റ എക്സ് എന്നല്ലേ. ഇപ്പോൾ ഡെൽറ്റ പി അല്ലെങ്കിൽ പി എന്ന് പറയുന്ന മൊമെൻറ്റം ആണ്. മൊമെൻറ്റത്തിൻ്റെ ഫോർമുല എന്താണ്?
മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. അപ്പോൾ ഡെൽറ്റ പിക്ക് വരെ നമുക്ക് എന്തെഴുതാം, എം ഡെൽറ്റ വി എന്ന് എഴുതാം. എന്തുകൊണ്ട് ഞാൻ ഡെൽറ്റ എം എന്ന് എഴുതിയത്, മാസ് ഒരിക്കലും വേരിയബിൾ അല്ല. ഇൻ ദ കേസ് ഓഫ് ഇലക്ട്രോൺസിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ മാസ് വേരിയബിൾ ആണ്. നമ്മളത് ഐൻസ്റ്റീൻ്റെ തിയറി വെച്ചിട്ട് നമ്മൾ മറ്റേ ഫിഷനൊക്കെ പറയുന്ന സമയത്തോടെ പറയാറുണ്ട്. പക്ഷേ ഇത് അങ്ങനെയല്ല പറയുന്നത്, മാസ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ അതിന് ഡെൽറ്റ സിമ്പിൾ ഇടാൻ പറ്റില്ല. അപ്പോൾ എം ഇൻറ്റു ഡെൽറ്റ വി ഓക്കെ ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് വിൽ ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു h/4π. ഇതിൻ്റെ ഒരു വേറൊരു ഫോമാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ വാല്യൂ, അതായത് നമുക്കറിയാം ഇവിടുന്ന് ഈ ഡെൽറ്റ വി ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് വിൽ ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു h/4π ഇൻറ്റു എം എന്ന് വരും. ഓക്കെ, ഇൻറ്റു എം എന്ന് വരും. അപ്പോൾ ഈ എം എന്ന് പറയുന്നത് എന്താണ്, മാസ് ഓഫ് ആൻ ഇലക്ട്രോൺ ആണ്. മാസ് ഓഫ് ആൻ ഇലക്ട്രോൺ എന്ന് പറയുന്നത് നമുക്കറിയാം 9.1 × 10⁻31 ആണ് കിലോഗ്രാംസിൽ ഇത്രയാണ് വരുന്നത്. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഈ വാല്യൂവിൻ്റെ കൂടെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യം വരും. ഇപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഡെൽറ്റ വി ഇൻറ്റു ഡെൽറ്റ എക്സ് വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 5.79 × 10⁻⁻5 m² /s. അപ്പോൾ ഈ വാല്യൂ മെമ്മറൈസ് ചെയ്യുക. ഓക്കെ, നമുക്കിത് മെമ്മറൈസ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം മാക്സിമം ഇത് മെമ്മറൈസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇതിൽ ഒരു ക്വാണ്ടിറ്റി 0 ആയി കഴിഞ്ഞാൽ മറ്റേത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ മറ്റേത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതെങ്ങനെയാണ് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഡെൽറ്റ പി എന്ന് പറയുന്ന മൊമെൻറ്റം 0 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഡെൽറ്റ പിയുടെ ഈ 0 എന്നുള്ള വാല്യൂ ഈക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0 × ഡെൽറ്റ എക്സ് ആയിരിക്കും ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു h/4π. ഇൻഇക്വാളിറ്റി ആണ്, കുഴപ്പമില്ല. ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്താലും കുഴപ്പമില്ല. ഇനി ഈ 0 ഇവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് ഇൻറ്റു 0 ആയിരിക്കും. ഓക്കെ, 1/0 വരും. നമുക്കറിയാം 1/0 എന്ന് പറഞ്ഞാൽ നോട്ട് ഡിഫൈൻഡ് ആണ്, അല്ലെങ്കിൽ ഇൻഫിനിറ്റി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ 1/0 നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ ഈ ക്വാണ്ടിറ്റി മൊത്തം എന്തായിരിക്കും, നോട്ട് ഡിഫൈൻഡ് ആയിപ്പോവും. അങ്ങനെ ആകുമ്പോൾ ഡെൽറ്റ എക്സ് എന്താവും, നോട്ട് ഡിഫൈൻഡ് ആവും. അതായത് ഒരു വാല്യൂ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 0 അല്ലെങ്കിൽ അവിടെ അൺസർട്ടൈനിറ്റി എറർ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ മറ്റേ വാല്യൂ നമുക്ക് കിട്ടത്തില്ല. അതായത് ഡെൽറ്റ പി ഉണ്ടെങ്കിൽ ഡെൽറ്റ എക്സ് ഇല്ല, ഡെൽറ്റ എക്സ് ഉണ്ടെങ്കിൽ ഡെൽറ്റ പി ഇല്ല. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തിരിച്ചും ചെയ്യാം, ഡെൽറ്റ എക്സ് ഉണ്ടെങ്കിൽ തിരിച്ചും വരും. അപ്പോൾ ഡെൽറ്റ പി ആയിരിക്കും എന്ത് വരുന്നത്, നോട്ട് ഡിഫൈൻഡ് ആയിട്ട് വരുന്നത്. അതുപോലെ ഈ ഒരു ഫോർമുലയ്ക്ക് ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. അതായത് നമ്മൾ ഇത് മെമ്മറൈസ് വെക്കുക, അല്ലെങ്കിൽ ഇതെങ്ങനെ വന്നു എന്നെങ്കിലും പഠിച്ചു വെക്കുക. നമുക്കറിയാം ഡെൽറ്റ പി ഇൻറ്റു ഡെൽറ്റ എക്സ് h/4π എന്നറിയാം. അപ്പോൾ അവിടെ ഇതിൻ്റെ വേരിയൻ്റ് ഫോം എങ്ങനെയായിരുന്നു, എം ഡെൽറ്റ വി എന്ന് പറയുന്നത് ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് h/4π നമുക്കറിയായിരുന്നു. ഓക്കെ, ഞാൻ പറയുന്നില്ല, നമുക്കൊരു പല ഫോംസ് ഉണ്ട് ഈ ഒരു ഇക്വേഷൻ. അപ്പം ഇവിടെ നമുക്കറിയാം E = mc² നമുക്കറിയാം. ഐൻസ്റ്റീൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി നിന്ന് E = mc² നമുക്കറിയാം. അവിടുന്ന് എമ്മിന് പകരം E/c² എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഈ എമ്മിന് പകരം നമ്മൾ E/c² ഇട്ട് കൊടുത്തേ E/c². സി എന്ന് പറഞ്ഞാൽ ആക്ച്വലി വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. അപ്പോൾ ഞാൻ അതിനെ വി എന്ന് എഴുതുകയാണേ, അപ്പോൾ v². അപ്പോൾ നമുക്കവിടെ ഡെൽറ്റ വി എന്ന് കൊടുക്കാം. രണ്ട് ഡെൽറ്റ കൊടുത്താൽ മതി, അൺസർട്ടൈനിറ്റി ആണല്ലോ പറയുന്നത്. ഡെൽറ്റ v² ടൈംസ് ഡെൽറ്റ വി മേളിലുണ്ട്, ഡെൽറ്റ എക്സ് ഉണ്ട്, h/4π ആണെന്നറിയാമല്ലോ. ഓക്കെ, ഇവിടെ നിന്ന് എന്തായാലും ഒരു സ്ക്വയറും ഇതും കട്ടാവും. ഓക്കെ, ഇനി നമുക്കറിയാം ഡെൽറ്റ ഇ ഡിവൈഡ് ബൈ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. അതായത് ഡെൽറ്റ എക്സ് ഡിവൈഡ് ബൈ ഡെൽറ്റ ടി ആണ്, ഡിവൈഡ് ബൈ ഡെൽറ്റ ടി ആണ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി മണ്ടേ പോകുമ്പോൾ ഇൻറ്റു ഡെൽറ്റ ടി ആവും, ഇൻറ്റു ഒരു ഡെൽറ്റ എക്സ് അതേപോലെ ഉണ്ട്, വിൽ ബി ഈക്വൽ ടു h/4π. ഇവിടുന്ന് ഒരു ഡെൽറ്റ എക്സും കട്ടായി. ഫൈനലി നമുക്കൊരു ഫോർമുല കിട്ടും, ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറയുന്നത് h/4π ആണ്. നമുക്ക് എവിടെയെങ്കിലും എനർജി ടൈം തമ്മിൽ ഒരു കണക്ഷൻ വെച്ചുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫോർമുല വേണം ഉപയോഗിക്കാൻ. അപ്പോൾ ഇത് നമ്മൾ ഡിറൈവ് ചെയ്ത് ടൈം കളേണ്ട ആവശ്യമില്ല. മാക്സിമം മെമ്മറൈസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ മെമ്മറൈസ് ചെയ്യുക. ഓക്കെ, വെൻ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ആർ ഈക്വൽ ദെൻ അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റീസ്. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഫോർമുല എടുത്തങ്ങ് എഴുതുക, ഡെൽറ്റ പി ടൈംസ് ഡെൽറ്റ എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു h/4π. ഓക്കെ, ഇതിൽ എന്താ പറയുന്നത്, അൺസർട്ടനിറ്റി ഇൻ പൊസിഷനും മൊമെൻറ്റവും സെയിം ആണെന്നാണ് പറയുന്നത്. അതായത് ഡെൽറ്റ പി എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ എക്സ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ കണ്ടീഷൻ വെച്ചാണ് പറയുന്നത്, രണ്ടും ഈക്വൽ ആണ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതോടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കണ്ടുപിടിക്കേണ്ടത്, നമുക്കവിടെ വെലോസിറ്റി, അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും ഓക്കെ, ഡെൽറ്റ എക്സിന് പകരം ഡെൽറ്റ പി ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡെൽറ്റ പി സ്ക്വയർ, അതായത് ഡെൽറ്റ എക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഡെൽറ്റ പി ഇൻറ്റു ഡെൽറ്റ പി സ്ക്വയർ ആയിരിക്കും. ഇത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു h/4π എന്ന് വരും.
നമുക്കറിയാം പി എന്ന് പറഞ്ഞാൽ എം ഡെൽറ്റ വി ആണ്. അപ്പം എം ഡെൽറ്റ വി ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ എം സ്ക്വയർ ഡെൽറ്റ വി സ്ക്വയർ = h/4π എന്ന് വരും. ഓക്കെ, അവിടെ നമുക്ക് അൺസർട്ടൈൻ വെലോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡെൽറ്റ വി സ്ക്വയർ ഞാൻ ഗ്രേറ്റർ ദാൻ ഇടുന്നില്ല കേട്ടോ, ഈക്വൽ ടു എന്നിട്ടാണ് h/4π × 1/m². അപ്പോൾ നമുക്ക് അൺസർട്ടൈൻ വെലോസിറ്റി, അതായത് ഡെൽറ്റ വി ആണ് കണ്ടുപിടിക്കേണ്ടത്. സ്ക്വയർ റൂട്ട് ഓഫ് ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം എഴുതാം h/4π m² എന്ന് വരും. 1/2m √h/π എന്ന് വരും. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിന് കണ്ടുവരുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ അൺസർട്ടൈനിറ്റി ഇൻ പൊസിഷൻ ആൻഡ് വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ ഗിവൺ ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, വാട്ട് ഇസ് ദ മാസ് ഓഫ് ദ പാർട്ടിക്കിൾ. ഇപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ജസ്റ്റ് ഈ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്താൽ മാത്രം മതി. എന്നാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ഇക്വേഷൻ എന്തായിരുന്നു പറയുന്നത്, ഡെൽറ്റ പി ടൈംസ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് =h/4π ആണെന്നറിയാം. ഓക്കെ, നമുക്കിവിടെ എന്തായാലും മാസ്സാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഈ പി ഇവിടെ ഇങ്ങനെ ഇട്ട് കാര്യമില്ല. മൊമെൻറ്റം നമുക്ക് മാസിൻ്റെ വെലോസിറ്റി എന്ന് എഴുതിയാൽ മാത്രമേ പറ്റൂ. അപ്പം m × ഡെൽറ്റ വി ടൈംസ് ഡെൽറ്റ എക്സ് =h/4π. ഇവിടെ നമുക്ക് m ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് മുമ്പ് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ അൺസർട്ടൈനിറ്റി ഇൻ വെലോസിറ്റിയാണ്. അത് 5.25 × 10⁻²4 m/s ഉണ്ട്. ഞാൻ എന്തായാലും യൂണിറ്റ് എഴുതുന്നില്ല. യൂണിറ്റ് എഴുതുമ്പോൾ മാക്സിമം ചെയ്യുക. കാര്യം ഇവിടെ വാട്ട് ഇസ് ദ മാസ് ഓഫ് പാർട്ടിക്കിൾ എന്ന് വെച്ചാൽ മാസ് എന്തായാലും കിലോഗ്രാംസിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ വെറുതെ ഞാൻ യൂണിറ്റ് എഴുതി ടൈം കളേണ്ട ആവശ്യമില്ല. ഇനി ഇൻറ്റു ഡെൽറ്റ എക്സ് എത്രയാണ്, 10⁻10 ആണ്. ഓക്കെ, ഇതാണ് നമുക്ക് h/4π ആണ് അറിയാവുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എം കണ്ടുപിടിക്കാൻ നേരത്തെ എന്ത് കിട്ടും, h/4πയുടെ വാല്യൂ നേരത്തെ പറഞ്ഞായിരുന്നു 5.27 × 10⁻35. ഓക്കെ, ഡിവൈഡ് ബൈ h/4πയുടെ വാല്യൂ ആണ് എഴുതിയിരിക്കുന്നത്. ഡിവൈഡ് ബൈ ഇത് മൊത്തം താഴെ കൊണ്ടുപോവുക. 5.25 × 10⁻24 × 10⁻10. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും, എന്തായാലും 5.27 5.25 ഏതാണ്ട് ഒന്നായിട്ട് എടുത്തു കഴിഞ്ഞാൽ രണ്ടും കട്ടാവും. പിന്നെ ഇതെന്തായാലും 34 ആവും. അപ്പോൾ 10⁻35 ഡിവൈഡ് ബൈ 10⁻34 അങ്ങനെയാണ് വന്നത്. m × m+n ആണ്. 24 + 10 എത്രയാണ്, 34 ആണ്. ഓക്കെ, ഇനി എന്തായാലും ഇത് ചെയ്യുമ്പോൾ നമുക്ക് 10⁻1 വരും. വിച്ച് ഈസ് 0.1 kilograms. 0.1 kilograms ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. ഓപ്ഷൻ എ ആണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിലധികം ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടില്ല. എന്നാലും ഞാൻ പറഞ്ഞ പോലെയാണ് ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് കണ്ടുവരുന്നത്. ഈ വേരിയേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂസ് മെമ്മറൈസ് ചെയ്യുക, അതേയുള്ളൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഹൈസൻബർഗ്സ് അൺസർട്ടൈനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒരു സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ചെക്ക് ചെയ്യുന്നതായിരിക്കും. അതേപോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.